ശ്രീ വി ആർ അനൂപ്, ടി എൻ പ്രതാപൻ പറഞ്ഞത് ആര് വിചാരിച്ചാലും ശരി, അത് പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്യാം. ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല. അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അവിടെ BJP ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷെ BJPയുടെ പ്രതീക്ഷ അങ്ങനെയല്ല. പ്രതാപൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ് അവിടെ മത്സരം എന്നുള്ളതാണ്. ശരിയാണ്, നേരത്തെ ഒരു 28,000 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മത്സരം കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിൽ തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇടതുമുന്നണി അങ്ങനെ തന്നെ ഇല്ലാതെ കാണുന്നു. സുരേഷ് ഗോപിയാണ് കോൺഗ്രസിന്റെ എതിരാളി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് പറയുന്നത് BJPക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കളമല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ, മാധു പറഞ്ഞതുപോലെ BJP തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രത്യേക നിയോജക മണ്ഡലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, ആർക്കും പ്രവർത്തിക്കാം, ഏത് സ്ഥാനാർത്ഥിക്കും പ്രവർത്തിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാം. പക്ഷേ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നതിനല്ല പ്രശ്നം. BJP തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ രീതിശാസ്ത്രമാണ് പ്രശ്നം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി. സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിനെ വിമർശിക്കും. അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ കുറിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ നല്ലത് സംസാരിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം TN പ്രതാപനെതിരെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെ പോലും ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് TN പ്രതാപൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട PRO ആയ NS അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഒരു നിരോധിത സംഘടനയുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തെ രാജ്യദ്രോഹ കേസിൽ ദില്ലിയിൽ കലാപം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പ്രസ്താവിക്കുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണിത്. ഇത് അദ്ദേഹം പറഞ്ഞതിനൊന്നിനും അദ്ദേഹം NS അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന TN പ്രതാപൻ്റെ PR ആയ വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിമാണ്. മുസ്ലിം ആയതിൻ്റെ പേരിലൊരു വ്യക്തിയെ നേരെ അങ്ങ് അദ്ദേഹത്തെ തീവ്രവാദിയായി ചിത്രീകരിക്കുകയാണ്, നേരെ അങ്ങ് രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയാണ്. എനിക്കിത് ആധികാരികമായി പറയാൻ കഴിയും. ഈ വിഷയത്തിൽ ഈ പറയുന്ന TN പ്രതാപൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കെ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ആളാണ് ഞാനാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ. അപ്പോൾ ഇത് വളരെ കൃത്യമായി കോൺഗ്രസ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കോൺഗ്രസ് പറയുന്നത്, TN പ്രതാപൻ പറയുന്നത്, ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിക്കാം, നിങ്ങൾക്കല്ലെങ്കിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാം. പക്ഷേ അതിനപ്പുറം വളരെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ കാണാത്ത തരത്തിൽ അപകടകരമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമമാണ് കെ സുരേന്ദ്രൻ. ഞാൻ ചോദിച്ച കാര്യം അതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ പല തലത്തിലുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച്, ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച് കോൺഗ്രസ് BJP ഫൈറ്റ് ആണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശം വോട്ടർമാർക്ക് നൽകി കഴിഞ്ഞുവോ? അല്ല, BJP ഇവിടെ കോൺഗ്രസിനെതിരെ TN പ്രതാപനെതിരെയാണല്ലോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ടാർഗറ്റ് ചെയ്യുന്നത് TN പ്രതാപനെതിരെയാണ്. അദ്ദേഹത്തെ വളരെ കൃത്യമായൊരു പ്രത്യേക കള്ളിയിലാക്കി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം കോൺഗ്രസിനെയാണ് തോൽപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. സത്യത്തിൽ തൃശ്ശൂരിൽ BJPയുടെ പ്രചാരണം കോൺഗ്രസിൻ്റെ പണി എളുപ്പമാക്കുകയാണ്. തൃശ്ശൂർ പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ സത്യത്തിൽ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണോ തോൽപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, മൂന്നാം സ്ഥാനത്തുള്ള ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഒന്നാം സ്ഥാനം ജയപ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥി, ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളമാണ് കേട്ടോ പറഞ്ഞത്, ഒന്നാം സ്ഥാനത്തുള്ളവരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് BJPയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ പ്ലാനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുകയാണോ, അതോ നിങ്ങളുടെ പ്ലാനിലേക്ക് അവർ കൊണ്ടുവന്ന് തലവെച്ച് തരികയാണോ എന്ന കാര്യം കാണേണ്ടതുണ്ട്. BJPയുടെ ഏത് രാഷ്ട്രീയ പ്രചാരണത്തെയാണ് ഫലപ്രദമായ കോൺഗ്രസ് ഇന്നോളം നേരിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ വി ആർ അനൂപ്.